അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 74-ാമത്തെ ആയത്ത് ഓതി നോക്കാം. വത്തഖസൂ മിൻ ദൂനില്ലാഹി ആലിഹതൻ ലഅല്ലഹും യുൻസറൂൻ. തജ്വീദ് നിയമം നോക്കാം കേട്ടോ. വത്തഖസൂ, ഇവിടെ ഹംസത്തുൽ വസ്ലിന് ശബ്ദമില്ലല്ലോ അല്ലേ, നമുക്കറിയാം. ആയത്തിൻ്റെ നടുക്ക് വരുമ്പം ഹംസത്തുൽ വസ്ലിന് ശബ്ദമില്ല. ആയത്തുകളുടെ ആരംഭത്തിൽ വരുമ്പോഴാണ് ഹംസത്തുൽ വസ്ലിന് ശബ്ദമുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഈ വാവിനെ തയിലേക്ക് അങ്ങ് ജോയിൻ ആക്കും. തയിന് എന്തുണ്ട്? ശ്രദ്ധയും കൂടെ ഉണ്ട്. വത്തഖസൂ, ഇവിടെ വാവ് മദ് വന്നിട്ടുണ്ട്. രണ്ടനക്കം നീട്ടിക്കൊടുക്കുക കേട്ടോ. ദാല് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ നാവിൻ്റെ അറ്റം മുകളിൽ പല്ലിൻ്റെ അറ്റത്ത് തട്ടണം. അപ്പം മാത്രമേ കറക്റ്റായിട്ട് ദാല് നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. വത്തഖസൂ. ഓക്കെ. നൂനിൻ്റെ മുകളിൽ സുക്കൂനില്ല, കാണുന്നില്ല അല്ലേ. അപ്പം നമ്മൾ അവിടെ എങ്ങനെ ഓതും? കാണുന്നില്ലെങ്കിൽ നൂനിനെ മറച്ച് മണിച്ചോദണം. അപ്പോൾ അവിടെ മിൻ എന്ന് ഓതാൻ കഴിയില്ല. ഓക്കെ. ദൂനി, ദാലിനെ രണ്ട് ഹർക്കത്ത് നീട്ടി കൊടുക്കുക. വാവ് മദ് വന്നിട്ടുണ്ട് കേട്ടോ. ദൂനില്ലാഹി, ദൂനില്ലാഹി. ഇവിടെ നോക്കൂ, ദൂനില്ലാഹി. അപ്പോൾ നൂനിന് കെസ്രയാണ് വന്നിരിക്കുന്നത്. അള്ളാഹു എന്ന പദത്തിൻ്റെ മുന്നേ ഉള്ള ലെറ്ററിന് കെസ്രയാണെങ്കിൽ അവിടെ അള്ളാഹു എന്ന പദത്തെ എന്താക്കുന്നു? ലൈറ്റാക്കിയിട്ട് ഓതുന്നു. ലാ സൗണ്ട് വരുന്നു. ദൂനില്ലാഹി. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. ദൂനില്ലാഹി ആലിഹതൻ ആലി. ഹംസ കഴിഞ്ഞിട്ട് അലിഫ് മദ് വന്നിട്ടുണ്ട് അല്ലേ. അവിടെ രണ്ടനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. ആലിഹതൻ ലഅല്ലഹും. തെൻവീന് ശേഷം ലാമു വന്നാൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ. തെൻവീന് ശേഷം ലാമോ റോ വന്നാൽ അവിടെ മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഓതണം. പക്ഷെ അവിടെ മണിക്കാൻ പാടില്ല. അപ്പം എങ്ങനെ ഓതുക? ആലിഹതൻ ലഅല്ലഹും. ഓക്കെ. ലഅല്ലഹും, ലാമിന് ശ്രദ്ധയുണ്ട്. എന്ത് ചെയ്യണം? ഒന്ന് കനപ്പിച്ചു കൊടുക്കണം കേട്ടോ. കട്ടി കൂട്ടി ഓതണം. ലഅല്ലഹും. ഇവിടെ ഹും വ്യക്തമായിട്ട് ഓതണം കേട്ടോ. ഹും. നൂന് സുക്കൂനില്ല. നമ്മളവിടെ നൂന് എന്ത് ചെയ്യും? മറച്ചു പിടിച്ച് മണിച്ചോതും. യുൻസറൂൻ എന്ന് ഓതില്ല കേട്ടോ. യുൻസറൂൻ. ഓക്കെ, നന്നായിട്ട് നീട്ടി ഓതി നിർത്തുക കേട്ടോ. അടുത്തതായിട്ട് 75-ാമത്തെ ആയത്ത്. ലാ യസ്തതിഊന നസ്റഹും വഹും ലഹും ജുന്ദും മുഹ്ദറൂൻ. ഓക്കെ, തജ്വീദ് ഒന്ന് നോക്കാം. ലാ യസ്തതിഊന, ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട് അല്ലേ. രണ്ടനക്കം നീട്ടിക്കൊടുക്കുക. ലാ. യസ്, സീന് സുക്കൂനുണ്ട്. ഇവിടെ കൽക്കലയുടെ ലെറ്റർ അല്ല സീന്, അതുകൊണ്ട് തന്നെ ഹാഫ് സുക്കൂന കൊടുക്കുക. യസ്. യസ് ഉയർത്തി പറയേണ്ട ഒരു ലെറ്ററാണ്. ഓക്കെ. തൊയിൻ്റെ കൂടെ യാ മദ് കൂടെ വന്നിട്ടുണ്ട്. രണ്ടനക്കം നീട്ടിക്കൊടുക്കുക കേട്ടോ. ഇവിടെയൊക്കെ രണ്ടനക്കം നീട്ടിക്കൊടുക്കേണ്ട സാധാരണ മദ്ദ വന്നിട്ടുള്ളത് കേട്ടോ. യസ്തതിഊന നസ്റഹും. സ്വാദിന് സുക്കൂനുണ്ട് അല്ലേ. ഹാഫ് സുക്കൂനെ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. നസ്റഹും. വഹും ലഹും. ഇവിടെയൊക്കെ വ്യക്തമായിട്ട് ഹും എന്ന് ഓതണം കേട്ടോ. വഹും ലഹും. നൂൻ്റെ മുകളിൽ സുക്കൂനില്ല. അപ്പം നമ്മളവിടെ ജുൻദുൻ എന്ന് ഓതില്ല. നൂനെ മറച്ചു പിടിക്കും അല്ലേ. എന്നിട്ട് മണിച്ചോതും. ജുന്ദും. തെൻവീന് ശേഷം മീമു വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം അല്ലേ. ജുന്ദും മുഹ്ദറൂൻ. ഹനെ
സുക്കൂന് വന്നിട്ടുണ്ട് മഹ് മഹ് ഹഫ് സുക്കൂന് മതി കേട്ടോ. ജുന്ദും മഹ്ദറൂൻ ളാദ് ളാദ് ഓയ നിറച്ച് പറയേണ്ട ഒരു ലെറ്ററാണ് ളാദ് ളാദ്. ഉയർത്തി പറയേണ്ട ഒരു ലെറ്ററും കൂടെയാണ്. മഹ്ദറൂൻ. ഓക്കെ, നീട്ടി ഓതി നിർത്തുക കേട്ടോ. മദ് ആരിലാണ്. 76-ാമത്തെ ആയത്ത് മുതൽ നോക്കാം കേട്ടോ. فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون. തജ്വീദ് നിയമം ഒന്ന് നോക്കാം. ഫല ലാമിൻ്റെ ഉള്ളിൽ അലിഫ് മദ് വന്നിട്ടുണ്ട്. രണ്ടനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. ഫല യഹ്സുൻക യഹ് ഹന് സുക്കൂന് വന്നിട്ടുണ്ട്. ഹഫ് സുക്കൂനെ കൊടുക്കാൻ പാടുള്ളൂ. ഹ കൽക്കലയുടെ ലെറ്റർ അല്ല, അതുകൊണ്ട് തന്നെ ഹഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. യഹ് യഹ്സുൻക. നൂൻ്റെ മുകളിൽ സുക്കൂനില്ല അല്ലേ. സുക്കൂന് ഇങ്ങനെ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണാത്ത സുക്കൂന് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ യഹ്സുൻ എന്ന് ഓതാൻ പാടില്ല. യഹ്സുൻ നൂനെ മറച്ച് പിടിച്ച് മണിച്ചോതുക. യഹ്സുൻക. കാഫിനെ നമ്മൾ ക എന്ന് ഓതരുത് കേട്ടോ. ക ഒരു ചെരിവ് എപ്പോഴും വേണം കാഫിന്. ക യഹ്സുൻക. ഓക്കെ, ഒരു ചെറിയൊരു ചെരിവ് വേണേ. ഖൗലുഹും ഖാഫ് ഖാഫ് ശ്രദ്ധിക്കണം. നാവിൻ്റെ മുരട് ഭാഗം ഓക്കെ. ഖൗലുഹും. ഓക്കെ, ഇവിടെ ഒരു മീം കണ്ടോ നിങ്ങൾ? ഈ മീം വന്നാൽ ഇവിടെ നിർത്തി ഓതൽ നിർബന്ധമാണ് കേട്ടോ. അവിടെ നമ്മൾ നിർത്തിയിട്ട് വേണം ഓതാൻ, കൂട്ടിച്ചേർത്ത് ഓതരുത്. ഇന്ന നൂനിന് മീമിന് ശബ്ദ വന്നാൽ നന്നായിട്ട് മണിക്കും എന്ന് നമ്മൾ പഠിച്ചതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്ത് ചെയ്യാം? ഇവിടെ നൂനിനും മീമിനും ശബ്ദം വരുമ്പോൾ നന്നായിട്ട് മണിക്കുക കേട്ടോ. ഇവിടെ നൂനിൻ്റെ കൂടെ അലിഫ് മദ് കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടനക്കം നീട്ടുകയും വേണം. ഇന്ന നഅലമു. ഐനിന് സുക്കൂൻ വന്നു. ഹഫ് സുക്കൂനാണ് കൊടുക്കേണ്ടത് കേട്ടോ. കാരണം എന്താണ്? ഐന് കൽക്കലയുടെ ലെറ്റർ അല്ല. ഹഫ് സുക്കൂന് കൊടുത്താൽ മതി. കൽക്കലയുടെ ലെറ്റേഴ്സിന് മാത്രമാണ് ഫുൾ സുക്കൂന് കൊടുക്കുക കേട്ടോ. നഅലമു മാ യുസിറൂന. ഇവിടെ അലിഫ് മദ് ഉണ്ട്, രണ്ടനക്കം നീട്ടുക. യുസിറൂന ഇവിടെ ഓ മദ് ഉണ്ട്, സാധാരണ മദ്ദാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ രണ്ടനക്കം നീട്ടി കൊടുക്കുക. ഓക്കെ, ഇവിടെ റോയിന് ശബ്ദ വന്നിട്ടുണ്ട്, ഒന്ന് കനപ്പിക്കണം കേട്ടോ. ശബ്ദമുണ്ട്. യുസിറൂന യുസിറൂന വമ. ഇവിടെയും രണ്ടനക്കം നീട്ടി കൊടുക്കുക. അലിഫ് മദ് വന്നിട്ടുണ്ട് കേട്ടോ. വമ യുഅ്ലിനൂൻ. ഹഫ് സുക്കൂന് കൊടുക്കുക ഐനിന്. ഇതുപോലെ തന്നെ. ഓക്കെ, യുഅ്ലിനൂൻ. ഇവിടെ മദ് ആരിലാണ്, നന്നായിട്ട് നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. അവസാനം 77-ാമത്തെ ആയത്തൊന്ന് ഓതി നോക്കാം. അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമും മുബീൻ. തജ്വീദ് നിയമം ഒന്ന് നോക്കാം കേട്ടോ. അവലം മീമിന് സുക്കൂന് വന്നിട്ടുണ്ട് അല്ലേ. വ്യക്തമായിട്ട് ലം എന്ന് ഓതി കൊടുക്കണം കേട്ടോ. അവലം യറൽ ഇൻസാനു. യറൽ ഇൻസാനു എന്ന് ഓതരുത് കേട്ടോ. യറൽ യറൽ. റോയിനെ നമ്മൾ പറഞ്ഞതാണ്, ഒന്ന് ഹെവിയാക്കി പറയണം. യറൽ. ഓക്കെ. ഇൻസാനു നൂനിൻ്റെ മുകളിൽ എന്തില്ല? സുക്കൂനില്ല അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇൻസാനു എന്ന് ഓതില്ല. ഇൻസാനു. അന്ന നൂനിനെ നന്നായിട്ട് മണിക്കുകയും ചെയ്യുക, രണ്ടനക്കം നീട്ടുകയും ചെയ്യുക. അലിഫ് മദ് വന്നിട്ടില്ലേ നൂനിൻ്റെ കൂടെ? അന്ന ഖലഖനാഹു. ഖ തൊണ്ടയുടെ ലെറ്റർ ആട്ടോ. ഖ തൊണ്ടയിൽ നിന്ന് വരുന്ന ലെറ്ററാണ്. തൊണ്ടയുടെ മുകൾ ഭാഗത്തു നിന്ന് വരുന്ന ലെറ്ററാണ് ഖ. ഓക്കെ, ശ്രദ്ധിക്കുക. ഒരു തരിപ്പ് പോലെ വരുന്ന ഖ. ഖ ഖലഖ. ഖാഫിന് സുക്കൂന് വരുമ്പോൾ കൽക്കലയുടെ ലെറ്ററാണ് ഖാഫ് അല്ലേ. നമ്മൾ പഠിച്ചതാണ് അല്ലേ. കൽക്കലയുടെ ലെറ്റേഴ്സിൽ പെട്ടതാണ് ഖാഫ്. അപ്പോൾ ഖലഖ
ഫുൾ സുക്കൂൻ കൊടുക്കുക കേട്ടോ. ഖലഖനാഹു മിൻ മിന്നു. നൂനിന് ശേഷം നൂന് വന്നാൽ മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ മണിച്ചു കൂട്ടിച്ചേർക്കണം. മിന്നു. ഓക്കെ, മിന്നു. നൂത്ത്, ത്വാഇന്, ഖാഫ് ഇത് രണ്ടും കൽക്കലയുടെ ലെറ്റേഴ്സ് ആണ്. ഇതിന് സുക്കൂന് വന്നാൽ ഫുൾ സുക്കൂന് കൊടുക്കണം. നൂത്ത്, നൂത്ത്. ഓക്കെ, ഫുൾ സുക്കൂന് കൊടുക്കണം കേട്ടോ. ഇവിടെ നോക്കൂ, ഇവിടെ രണ്ട് കെസ്റായും ഒരുമിച്ചല്ല വന്നിട്ടുള്ളത്, രണ്ടും വിട്ട് വിട്ട് വേറെ വേറെയാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മളവിടെ നുത്തുഫത്തീൻ എന്ന് ഓതൂല, നുത്തുഫത്തീൻ എന്ന് ഓതൂല കേട്ടോ. നുത്തുഫത്തീൻ. ഓക്കെ, ആ മറച്ച് മണിച്ച് ഓതണം. ദാലിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. ഫഇദ ഹുവ, 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 ഹ, ഹ എന്നുള്ള ലെറ്റർ നമ്മുടെ നെഞ്ചോട് ചേർന്ന ഭാഗത്ത് നിന്നാണ് ഹ, ഹ എന്നുള്ള ലെറ്റർ വരുന്നത്. ഓക്കെ, അപ്പോൾ തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം അല്ലേ, നെഞ്ചോട് ചേർന്ന ഭാഗം. ഹുവ, ഹുവ. വ്യക്തമായിട്ട് ഓതാൻ ശ്രമിക്കുക കേട്ടോ. ഹുവ ഖസീമും മുബീൻ. ഖ തൊണ്ടയുടെ ലെറ്റർ ഖ. ഖസീ സ്വാദ്, സ്വാദിൻ്റെ കൂടെ യാ മദ് വന്നിട്ടുണ്ട്. സ്വൈ രണ്ടനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. ഖസീമും. മീമിന് ശേഷം മീമു വന്നാൽ മണിച്ചു കൂട്ടി ചേർത്ത് ഓതണേ. ഖസീമും മുബീൻ. മദ് ആരിലാണ് അല്ലേ, നന്നായിട്ട് നീട്ടി ഓതി നിർത്തുക കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്തതായിട്ട് 78-ാമത്തെ ആയത്ത്. وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم. തജ്വീദ് നിയമം ഒന്ന് നോക്കാം. വദറബ നമ്മൾ പറഞ്ഞതാണ് ളാദ്, ള ഉയർത്തി പറയേണ്ട ഒരു ലെറ്ററാണ് ള. വദ. ഓക്കെ, വദ, വദറബ. റ, റ ഒന്ന് ഉയർത്തി പറയണം, ഹെവിയാക്കി പറയണം. വദറബ ലന. നാന്, നാൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. ലന. മസ, മസ, സ, സ പറയുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ വായന്ന് കാറ്റിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പോകണം. സ, സ, സ. ചുണ്ടിൻ്റെ പല്ലിൻ്റെ ഇടയിലൂടെ എന്ത് ചെയ്യണം, കാറ്റിങ്ങനെ പുറത്തേക്ക് പോകണം. സ, സ, സ. ഓക്കെ, മസലം വ. തൻവീന് ശേഷം വാവ് വന്നാൽ മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം. നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ മസലം വ വനസിയ ഖൽഖഹ്. ഇവിടെ നിർത്തുകയാണെങ്കിൽ ഖൽഖഹ്, വനസിയ ഖൽഖഹ്. ഒരു ഹ സൗണ്ട്. ഖൽഖഹ്, ഹ ഇന് സുക്കൂന് കൊടുത്ത് നിർത്താം. ഓക്കെ, പക്ഷെ നമ്മളിവിടെ കൂട്ടിച്ചേർത്ത് ഓതുകയാണെങ്കിൽ ഖൽഖഹു ഖാല എന്നിങ്ങനെ കൂട്ടിച്ചേർത്ത് ഓതിപ്പോട്ട് അവിടെ നിർത്താനുള്ള ഓപ്ഷൻ ഉണ്ട്, നമുക്ക് നിർത്താം. ഖൽഖഹ്. അപ്പം നിർത്തുമ്പം അവിടെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഈ ഹഇന് സുക്കൂന് കൊടുത്ത് അവിടെ നിർത്തും. ഓക്കെ, ഖൽഖഹ് എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തും. കൂട്ടിച്ചേർത്ത് ഓതി പോവുകയാണെങ്കിൽ ഖൽഖഹു. ഇവിടെ വാവുണ്ട് അല്ലേ, അതിന് ശേഷം വാവുണ്ട്, കൂട്ടിച്ചേർത്ത് ഓതി പോവുകയാണെങ്കിൽ രണ്ട് ഹരക്കത്ത് അവിടെ നീട്ടി കൊടുക്കണം കേട്ടോ. ഓക്കെ, ഖാല മൻ യുഹ്യി. ഖാല മൻ യു. നൂനിന് ശേഷം യാ വരികയാണെങ്കിൽ മണിച്ച് കൂട്ടിച്ചേർക്കണം കേട്ടോ. മൻ യുഹ്യി, മൻ യുഹ്, മൻ യു. ഓക്കെ, മൻ യുഹ്. ഹഇന് സുക്കൂന് വരികയാണെങ്കിൽ ഹഫ് സുക്കൂന് മതി കേട്ടോ. യുഹ്, യുഹ്യിൽ ഇളാമ, ഇളാമ, യുഹ്യിൽ ഇളാമ. ഐനാണ്, ശ്രദ്ധിക്കണം കേട്ടോ, ഇളാമ ആയി പോവരുത്, ഈ അല്ല കേട്ടോ. ഇളാമ, ഇളോ. ഇവിടെ ലോനെ രണ്ടനക്കം നീട്ടി കൊടുക്കണേ. ഇളാമ. വഹിയ റമീം, വഹിയ റമീം. റോ ആണ് കേട്ടോ, റമീം ആയി പോവരുത്, റാ അല്ല, റമീം. നീട്ടി ഓതുക കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.